ഇവിടെ ഒരു പഞ്ചസാര ചാക്കിനകത്ത് വലിയൊരു പഞ്ചസാര രാജ്യമുണ്ട്. അവിടെ കുറേ പഞ്ചസാര കുടുംബങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയത്താണ് ആരോ ഒരാൾ കോലിട്ട് ഇളക്കണ പോലെ വലിയൊരു ശബ്ദം. അവർ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ആരോ നമ്മുടെ രാജ്യത്തിൽ നിന്ന് കുറേ പഞ്ചസാരകൾ എടുക്കേണ്ടതെന്ന്. അവർ പുതിയതായിട്ട് ഉണ്ടാക്കിയ വീടും പോലും അവർ ഇടിച്ച് കളയുന്നു. അവരെല്ലാവരും ദേഷ്യത്തിൽ നോക്കണ സമയത്താണ് ഒരാൾ പറയുന്നത്, നമുക്ക് എങ്ങനെയെങ്കിലും ഇവരിനെ ആക്രമിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അതിലൊരു പെണ്ണ് മാത്രം പറയുന്നു, നമ്മളെങ്ങനെ ആക്രമിക്കും, നമ്മൾ ചെറുതാണ്, അവരൊക്കെ വളരെ വലുതാണ്. അപ്പോഴാണ് അതിലൊരാൾ പറയുന്നത്, നമ്മുടെ രാജ്യത്തിൽ ഒരു വലിയൊരു ബാർബർ ഷോപ്പ് ഉണ്ട്, അവിടെ പോയി നമ്മുടെ വലിയൊരു രൂപമാകാമെന്ന് പറഞ്ഞ് അവിടെ ഉറുമ്പുകളുടെ പോലെ ഓടി വരുന്നു. അപ്പോഴത്തേക്കും അവിടെ ഒരു ട്രാഫിക് ഇടുന്നു. അപ്പോൾ അവിടെ അവരെല്ലാവരും നിന്ന് പെട്ടെന്ന് ട്രാഫിക് ലൈറ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്ത് പിന്നെ അവർ ഓടിപ്പോകുന്നു. അവിടെ വലിയൊരു കുക്കി വന്ന് ഇവരുടെ പകുതി ആൾക്കാരനെ കൊല്ലുന്നു. അവിടെ എങ്ങനെയാണ്ടൊക്കെ ഓടി വരുമ്പോഴത്തേനും പെട്ടെന്നൊരു വെള്ളം പൊക്കം വരുന്നു. അവിടെ നിന്ന് ചില ആൾക്കാർ രക്ഷപ്പെട്ട് ആ ബാർബർ ഷോപ്പിൽ എങ്ങനെയെങ്കിലും പോകുന്നു. അങ്ങനെ അവർ ആ ബാർബർ ഷോപ്പിലെത്തി അയാളെ വിളിക്കുന്നു. അയാൾ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പിന്നെ താഴത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് പഞ്ചസാരയാണ് വിളിച്ചത്. എന്നിട്ട് അവർ ഉള്ളിലേക്ക് കയറി വന്ന് അവരോട് ചോദിക്കുന്നു, എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങളൊരു വലിയൊരു രൂപമാക്കി മാറ്റി തരണം എന്ന് പറയുന്നു. അയാൾ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി ഒരു വലിയൊരു ഗ്ലൗസ് എടുത്തെന്ന് ഒരു രൂപമാക്കുന്നു. അവർ ചാടി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് അത് പൊട്ടുന്നത്. എല്ലാവരും കരയുന്നു. അയാൾ ഒരു പാത്രത്തിലാക്കി ഇവരിനൊരു മോൾഡാക്കി എടുക്കുന്നു. അങ്ങനെ അതും നല്ലതാണെന്ന് പറഞ്ഞ് അവൻ ചാടുന്നു. അപ്പോൾ അയാൾക്കൊരു ഓർമ്മ വരുന്നത്, നമുക്കിതൊരു പഞ്ഞിമിഠായി ആക്കാലോ എന്ന് പറഞ്ഞ് അയാൾക്ക് വലിയൊരു പഞ്ഞിമിഠായി ആക്കുന്നു. അപ്പോൾ ഇവർ പുറത്തേക്ക് വന്ന്, താങ്ക് യു, ഞങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ തന്നല്ലോ എന്ന് പറഞ്ഞ് താങ്ക് യു മാസ്റ്റർ എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന സമയത്താണ് ഇവരുടെ പഞ്ചസാരകളെ കാണുന്നത്. നിങ്ങളെങ്ങനെയാണ് ഞങ്ങളുടെ പഞ്ചസാര രാജ്യം എടുക്കാം, നിങ്ങളെങ്ങനെയാണ് നശിപ്പിച്ച് കളയാമെന്ന് പറഞ്ഞ് അയാളിനെ ഭയങ്കര ചീത്ത പറയുന്നു. എന്നിട്ട് അയാൾ ഒരു സൈഡിലേക്ക് പോയി പേടിച്ച് നിൽക്കുന്ന സമയത്താണ് അവർ ഇടിച്ചപ്പോൾ ഒരു വേദനയും ഉണ്ടായില്ല. ഓ, നിങ്ങളൊരു ഷുഗർ ക്യാൻഡി അല്ലേ, നിങ്ങൾ ഇടിച്ച് കഴിഞ്ഞാൽ വേദന എടുക്കൂല എന്ന് പറഞ്ഞ് അയാൾ സന്തോഷത്തോടെ ഇവിടെ ഇടിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അയാളിനെ ഇടിച്ചോണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇടിച്ച് രാവിലെ ആകുന്നു. അങ്ങനെ ആ കടയിൽ ജോലി ചെയ്യുന്ന പണിക്കാർ വരുന്നു. അയ്യോ മാസ്റ്റർ, നിങ്ങളെ എന്തിനാണ് ഇവർ ഇടിക്കുന്നതെന്ന് പറയുന്നു. അതൊന്നുമില്ല, ഞാൻ ഇടിക്കാൻ പറഞ്ഞതാണെന്ന് പറയുന്നു. അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്റ്റോറി കഴിയുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള പഞ്ചസാരക്ക് ജീവനുണ്ടെന്ന് നിങ്ങൾ നോക്കിയൊന്ന് കമൻറ്റ് ചെയ്യൂ.